2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റിൽ കണ്ണും നട്ട് രാജ്യം. നാളെയാണ് കേന്ദ്ര ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്കാണ് ബഡ്ജറ്റ് അവതരണം നടക്കുന്നത്. എന്നാൽ എല്ലാ ബഡ്ജറ്റ് അവതരണവും ഈ 11 മണിക്ക് തന്നെയാണോ നടക്കുന്നതെന്നൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സമയക്രമം പരിശോധിച്ചാൽ ബഡ്ജറ്റ് അവതരണം നടന്നിരുന്നത് 5 മണിക്കായിരുന്നു. 1999 മാത്രമാണ് ബഡ്ജറ്റ് അവതരണം സമയം 11 മണിയിലേക്ക് മാറ്റിയത്. അതായത് 1999 അന്നത്തെ ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹയാണ് ബഡ്ജറ്റ് സമയം വൈകുന്നേരം 5 മണിയിൽ നിന്നും രാവിലെ 11 മണിയാക്കി മാറ്റിയെടുക്കുന്നത്. അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കീഴിൽ 1998 മുതൽ 2002 വരെ ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്നു സിൻഹ. ഇംഗ്ലണ്ടിന്റെ സമയ മേഖലയുമായി പൊരുത്തപ്പെടേണ്ട ആവശ്യമില്ല എന്നതിന് പുറമെ തന്നെ പാർലമെന്ററി ചർച്ചകൾക്കും ബഡ്ജറ്റിലെ കണക്കുകൾ വിശകലനം ചെയ്യുന്നതിനും കൂടുതൽ സമയം ലഭിക്കുമെന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യശ്വന്ത് സിൻഹ പുതിയ മാറ്റം കൊണ്ടുവന്നത്. 1999 ഫെബ്രുവരി 27 രാവിലെ 11 മണിക്കായിരുന്നു ആദ്യമായി യശ്വന്ത് സിൻഹ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അതിനെ പിന്തുടർന്ന് ഈ രീതി ഇന്നും തുടർന്നു പോരുകയാണ്. 5 മണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമ്പ്രദായം കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ബ്രിട്ടീഷ് സമ്മർ സമയത്തേക്കാൾ 4.5 മണിക്കൂർ മുന്നിൽ ആയതിനാൽ തന്നെ ഇന്ത്യയിൽ വൈകുന്നേരം 5 മണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഇംഗ്ലണ്ടിലെ പകൽ സമയത്തായിരിക്കും. അതേസമയം ബഡ്ജറ്റിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ 1860 ഏപ്രിൽ 7 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സ്കോട്ടിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനുമായ ജെയിംസ് വിൻസൺ ആണ് യൂണിയൻ ബഡ്ജറ്റ് ആദ്യമായി അവതരിപ്പിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ബഡ്ജറ്റിൽ വരുമാന സ്രോതസ്സിന്റെ 4 ഘട്ടങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ബഡ്ജറ്റിൽ സ്വത്ത്, തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്, സെക്യൂരിറ്റികൾ, ശമ്പളം, പെൻഷൻ, വരുമാനം എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കണക്കിലെടുക്കുന്നു. എന്നാൽ അന്ന് 2 നികുതി സ്ലാബുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വ്യക്തിയുടെ വാർഷിക വരുമാനം 500 രൂപയിൽ കുറവാണെങ്കിൽ 2% നികുതിയും, അതേസമയം 500 രൂപയിൽ കൂടുതലുള്ള വരുമാനം ഉണ്ടെങ്കിൽ 4% നികുതിയും വിധേയമായിരുന്നു. ഇതനുസരിച്ച് 500 രൂപയിൽ താഴെ വരുമാനമുള്ളവർ 10 രൂപ നികുതിയും ഉയർന്ന വരുമാനമുള്ളവർ 20 രൂപ നികുതിയും അടക്കേണ്ടി വന്നു. ഇന്ത്യ അതിന്റെ ആദ്യത്തെ സ്വതന്ത്ര ബഡ്ജറ്റിന് സാക്ഷ്യം വഹിച്ചത് എപ്പോഴാണെന്ന് അറിയേണ്ടേ? 1947 നവംബർ 26 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അക്കാലത്തെ ധനമന്ത്രിയായിരുന്ന RK ഷൺമുഖൻ ചെട്ടിയാരായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ബ്രിട്ടീഷ് പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് 1999 വരെ ഫെബ്രുവരിയിലെ അവസാന പ്രവൃത്തി ദിനത്തിൽ 5 മണിക്ക് കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നു. 1999 അന്തരിച്ച ധനമന്ത്രി യശ്വന്ത് സിൻഹയാണ് ബഡ്ജറ്റ് അവതരണ സമയം രാവിലെ 11 മണിയിലേക്ക് ക്രമീകരിച്ചിരുന്നു. കേന്ദ്ര ബഡ്ജറ്റ് മാസത്തിലെ അവസാന പ്രവൃത്തി ദിനത്തിൽ അവതരിപ്പിക്കുന്ന പതിവ് വിപരീതമായി 2017 മുതൽ അരുൺ ജെയ്റ്റ്ലി ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. 1955 വരെ യൂണിയൻ ബഡ്ജറ്റ് ഇംഗ്ലീഷിലാണ് അവതരിപ്പിച്ചത്. എന്നാൽ പിന്നീട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. COVID-19 പൊട്ടിപ്പുറപ്പെട്ടതോടെ തന്നെ 2021-22 ബഡ്ജറ്റിൽ നിന്ന് പേപ്പർ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായാണ് പേപ്പർ ഒഴിവാക്കിക്കൊണ്ടൊരു ബഡ്ജറ്റ് അവതരണം വന്നതും. ഇന്ദിരാഗാന്ധിക്ക് ശേഷം കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഇന്ത്യൻ ചരിത്രത്തിലെ രണ്ടാമത്തെ തന്നെ വനിതയാണ് നിർമ്മല സീതാരാമൻ. ഹാൻഡ് കോപ്പി ഒഴിവാക്കിക്കൊണ്ട് ടാബ്ലറ്റിൽ സോഫ്റ്റ് കോപ്പി ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ വരാനിരിക്കുന്ന ബഡ്ജറ്റ് അവർ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് എന്നതും കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.